ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനവും മുന്നണി ആശയങ്ങളും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വീകരിച്ചുവെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരിക്കുന്നു. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഗവൺമെന്റിനെ പൂർണ്ണമായും പിന്തുണക്കുന്ന ഒരവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളകളിലെല്ലാം ജനങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിലും കേരളത്തിലാകെ ഉണ്ടായ മുന്നേറ്റം ജില്ലയിലും നല്ല രീതിയിൽ പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ പൊന്നാനിയെ സംബന്ധിച്ച് പൊന്നാനി അസംബ്ലി മണ്ഡലത്തിനകത്ത് 5 ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുമാണ്. ആ 5 ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഈ പ്രാവശ്യം ഇടതുപക്ഷം വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിൽ നേരത്തെ കയ്യിലില്ലാതിരുന്ന വെളിയങ്കോട് പഞ്ചായത്ത്, ആ വെളിയങ്കോട് പഞ്ചായത്തിൽ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്. പോളിംഗിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആകെ ആവേശം നൽകുന്ന രീതിയിൽ, ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ വോട്ടർമാർ പ്രതികരിച്ചു എന്നാണ്, ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ വലിയ മാറ്റം ഈ കേരളത്തിലാകെ ഉണ്ടാകുമ്പോൾ അതിൽ പൊന്നാനിയും അതുപോലെ തന്നെ വെളിയങ്കോടും ചേർന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വെളിയങ്കോട് ഡിവിഷന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. എന്താണ് ബ്ലോക്കിന്റെ മൊത്തത്തിലുള്ള സാധ്യത? ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ഡിവിഷനാണുള്ളത്. അതിൽ നല്ല ഭൂരിപക്ഷം ഡിവിഷനിലും ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കീഴിൽ വരും. എല്ലാ ഡിവിഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി ഇടതുപക്ഷം ഭരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിക്കും എന്നാണല്ലോ പറയുന്നത്. ഏകദേശം എത്ര ഭൂരിപക്ഷമാണ് അതിൽ ഒരു കണക്കുകൂട്ടൽ LDF? ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത്. 21 വാർഡുകളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ആ മുന്നേറ്റം സാക്ഷ്യപ്പെടുത്തുന്ന റിസൾട്ട് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകുക. പൂർണ്ണമായും സീറ്റ് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ലാത്ത രീതിയിലേക്ക് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. വെളിയങ്കോട് മേഖലയിൽ 10 വാർഡാണുള്ളത്. ആ 10 വാർഡും ഇടതുപക്ഷം ജയിക്കുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. അത് പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും 13-ാം തീയതിയിലെ റിസൾട്ട്. വെളിയങ്കോട് ഡിവിഷനാണെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ്. മറ്റെല്ലാ LDF സ്ഥാനാർത്ഥികളും മുന്നേറുമ്പോൾ അതിന്റെ ഭാഗമായി ആ മുന്നേറ്റം സാക്ഷ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളതും, ഈ നാട്ടിൽ ജീവിച്ച ഒരാളെന്ന രീതിയിൽ നാട്ടുകാർ എന്നോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായി എന്നുള്ളതും എൻ്റെ ബോധ്യമാണ്. ആ ബോധ്യം തെരഞ്ഞെടുപ്പ് റിസൾട്ടിനകത്ത് വെളിയങ്കോട് നല്ല രീതിയിൽ പ്രതിഫലിക്കും. ഒരു ബ്രഹ്മാസ്ത്രവും ഇങ്ങോട്ട് ഏൽക്കില്ല എന്നത് നാട് തീരുമാനിച്ചതാണ്, ഞാൻ തീരുമാനിച്ചതല്ല. ആ തീരുമാനം ഉജ്ജ്വലമായി തന്നെ ഇവിടെ നടപ്പിലാകുമെന്നുള്ളതാണ് എൻ്റെ ഭൂരിപക്ഷം നല്ല തോതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.